പിന്നെ കഴിഞ്ഞ ദിവസം അതിന് മുന്നേ എന്നോട് രണ്ട് പേര് ലൈവിലിരിക്കുമ്പോൾ പറഞ്ഞു, മോളെ ഞങ്ങളോട് മിണ്ടുമോ, കാരണം ഞങ്ങൾ ഫിഷ്മാനാണ്, അതായത് മീൻ പിടിക്കുന്നവരാണ്. അതിനെന്താ, മീൻ പിടിക്കുന്നവരായിക്കോട്ടെ, മീൻ നിങ്ങൾ കൊണ്ടുവന്നാലല്ലേ നമുക്ക് തിന്നാൻ പറ്റുള്ളൂ. പിന്നെ നിങ്ങൾക്ക് കഴിവുള്ളത് കൊണ്ടല്ലേ നിങ്ങൾ മീൻ പിടിക്കുന്നത്. നമുക്ക് ഈ കടലിൽ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ ചത്ത് തിരിച്ചു വരും നമ്മളെയൊക്കെ കൊണ്ടിട്ടാൽ. അപ്പോൾ അത്രയും കഴിവ് നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ കഴിവ് നിങ്ങൾ അറിയുന്നില്ല, മനസ്സിലായോ? നിങ്ങളുടെ കഴിവ് ചിലപ്പോൾ നിങ്ങളുടെ പാരൻസിൻ്റെ നിന്ന് എവിടെന്നെങ്കിലും കിട്ടിയതാവണം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ആ ഒരു ഇഷ്ടപ്പെട്ട് പോകുന്നതാണ് മീൻ പിടിക്കുന്നവരാണ്. പിന്നെ കാർപ്പൻറ്റേഴ്സ്, അവർ ഇത്ര അടിപൊളിയായിട്ട് കട്ടിലും ടേബിളും ഡൈനിങ് ടേബിളും പിന്നെ ഡോറും ഒക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലേ. നമുക്ക് ഇത്രയും സേഫായിട്ട് നമുക്കൊരു വീട്ടിലേക്ക് എടുത്തിടാൻ പറ്റുന്നത്. ഒന്നുമില്ലെങ്കിൽ പണ്ടത്തെ മാതിരി നമ്മൾ നിലത്തിരുന്നുണ്ടേനെ. അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ സല്യൂട്ട് ചെയ്യണ്ടേ. പിന്നെ അതുപോലെ തന്നെയാണ് പ്ലംബർ. ഇതൊക്കെ വന്നതുകൊണ്ടാണ് കിണറ്റിൽ നേരെ വെള്ളം കോരാണ്ട് നമ്മൾ വീട്ടിലേക്കുള്ള എല്ലാ കാര്യങ്ങളും അവർ നമ്മളെ ഒക്കെ റെഡിയാക്കി തന്നു. ഇവർ ഇത്രയും പേരും ഇല്ലായിരുന്നെങ്കിൽ, പ്ലംബേഴ്സ് ഇല്ലായിരുന്നെങ്കിൽ എന്താക്കുമായിരുന്നു? കിണറ്റിൽ നിന്ന് വെള്ളം കോരി മരിച്ചേനെ. പിന്നെ ബാത്റൂം പോയേനെ, മനസ്സിലായോ? ടോയ്ലറ്റിലൊന്നും ഉണ്ടാവില്ല, ഒക്കെ പറമ്പിൽ പോയേനെ. ഇപ്പോൾ പറമ്പൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ടോയ്ലറ്റിലേക്ക് പോകാൻ പറ്റുന്ന അവരൊക്കെ ഉള്ളത് കൊണ്ട്. പിന്നെ ഇലക്ട്രീഷ്യനായി, പ്ലംബറായി, പിന്നെ കാർപ്പൻറ്റേഴ്സായി, പിന്നെ ഫിഷ്മാനായി. പിന്നെ അതുപോലെയാണ് നമുക്ക് തെങ്ങിൽ തേങ്ങ അടക്കാൻ പോകുന്നത്. അവരും വേണ്ടേ, എന്നാലല്ലേ ഈ തെങ്ങിൽ തേങ്ങയൊക്കെ അടക്കാൻ പറ്റുള്ളൂ. അപ്പം അതൊക്കെ നിന്നു, കാരണം തെങ്ങിൽ തേങ്ങ അടക്കാൻ പോകുന്നവരൊക്കെ കിട്ടാനില്ല. മെഷീൻ വാങ്ങണം. ഞാൻ കയറി പഠിക്കാൻ പോകും, കാരണം 10-13 തെങ്ങുണ്ട്. ഇതിലൊക്കെ കയറണ്ടേ. ഞാൻ മെഷീൻ വാങ്ങി പഠിക്കും, ഞാൻ കയറും. പിന്നെ ഇതൊക്കെ എന്തോ കുറവായിട്ട് നമ്മളെ സമൂഹം അവരെ കാണുന്നത് കൊണ്ടാണ് അവരങ്ങനെയൊക്കെ വിചാരിക്കുന്നത്. അയ്യോ എനിക്ക് കുറവാണ്, ഇതിലൊക്കെ എനിക്ക് വലിയ ക്വാളിറ്റി ഇല്ല, അല്ലെങ്കിൽ എനിക്ക് എന്തോ ആയിട്ടാണ് എന്തോ എല്ലായിടത്തു നിന്നും കുറഞ്ഞ ഒരു പോസ്റ്റാണെന്ന് അവർ തന്നെ സ്വയം ചിന്തിക്കുന്നുണ്ട്. നമ്മുടെ സമൂഹവും അങ്ങനെ തന്നെ അവരെ കാണുന്നുണ്ട്. അതിൽ നിന്നൊക്കെ മാറണം, മനസ്സിലായി? എല്ലാത്തിനും ഇവിടെ ആൾ വേണം. ഡോക്ടർക്ക് ഡോക്ടർ വേണം, ടീച്ചർക്ക് ടീച്ചർ വേണം, എല്ലാവർക്കും മറ്റേ വീട് പണിയാനുള്ള ആൾ വേണം, ആശാരിമാർ മറ്റേ വീട് പണിയുന്ന ആൾക്കാർ വേണം. അവർ പണിതില്ലെങ്കിൽ ഞങ്ങൾ പണിയുന്നില്ല എന്ന് ഓർത്തിരുന്നെങ്കിൽ അവർ വീടേ പണിയില്ല, മനസ്സിലായി? എല്ലാത്തിനും അവരുടെ എല്ലാവരും വേണം. ഡോക്ടർ വേണം, എൻജിനീയർ വേണം, നേഴ്സ് വേണം, പിന്നെ അവിടെ ഹോസ്പിറ്റലിൽ ക്ലീനാക്കാനുള്ള ആൾക്കാർ വേണം. എല്ലാവരും ഈക്വൽ തന്നെയാണ്. പിന്നെ കുറേ പഠിച്ച് ഡോക്ടറായി എന്നേ ഉള്ളൂ. മറ്റവർക്കൊന്നും വലിയ പഠിത്തം വേണ്ടാന്നല്ല, ഇതിനും പഠിക്കണം. അല്ലാണ്ട് പിന്നെ ഇതൊക്കെ എങ്ങനെ ചെയ്യണത്? ഇതിനും പഠിക്കും. അപ്പോൾ എല്ലാത്തിനും ആൾ വേണം. എന്നെപ്പോലെ ഫാഷൻ ഡിസൈനർ വേണ്ടേ, മോഡൽ വേണ്ടേ, മേക്കപ്പ് ആർട്ടിസ്റ്റ് വേണ്ടേ എന്നെല്ലാവരും ചോദിച്ചു. എടി തടിച്ചി എന്നൊക്കെ വിളിച്ചു. സാറില്ല ഏട്ടാ, തടിച്ചവരും 0 സൈസ് മാത്രമല്ല ഏട്ടാ മോഡലായിട്ടുള്ളത്. നമ്മളെപ്പോലെ തടിയുള്ളവർ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ തടിച്ചവരൊക്കെ ഇറങ്ങും. ഞാൻ മോഡലിംഗ് ഫീൽഡിലേക്ക് വരുമ്പോൾ ഞാൻ സ്വന്തമായിട്ട് തടിയുള്ളവരെ മാത്രം നോക്കിക്കൊണ്ടിറക്കും. അങ്ങനെ തടിയുള്ളവരിട്ട് ഇറങ്ങിയാലും ഭംഗിയുണ്ടെന്ന് നോക്കണമല്ല. പണ്ടൊക്കെ ചേട്ടാ ഷീലാമ്മയും പിന്നെ ശ്രീവിദ്യയും അന്ന് വേണ്ട എല്ലാവരും ഭയങ്കര ഹൈ ലെവലിൽ ഓടിക്കൊണ്ടിരുന്ന, മനസ്സിലായ? ഇന്നാണ് തമന്നയും അങ്ങനെ ഇങ്ങനെ മെലിഞ്ഞവരോടുള്ളേക്ക് ആരാധന. ഇപ്പോൾ കുറച്ച് ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാലക്രമേണ മാറും ചേട്ടാ. തടിച്ചവർക്കും പറ്റും ചേട്ടാ, വീട്ടിലെ പണികളൊക്കെ എടുക്കാൻ പറ്റും ചേട്ടാ. തടിച്ചവർക്കും ഡാൻസ് കളിക്കാൻ പറ്റും, തടിച്ചവർക്കും ഫാഷൻ ഷോയിൽ പങ്കെടുക്കാൻ പറ്റും, തടിച്ചവർക്ക് റാമ്പ് വാക്ക് ചെയ്യാൻ പറ്റും ചേട്ടാ. അപ്പം മെലിഞ്ഞവർ പറ്റുന്നത് പോലെ തന്നെ തടിച്ചവർക്ക് ചെയ്യാൻ പറ്റുന്നുള്ള ആരും ഓർക്കുക, മനസ്സിലായോ? പിന്നെ ഒരാൾ പറഞ്ഞ മാതിരി എല്ലാവർക്കും ഒരേ ഐക്യു, ഒരേ ബുദ്ധിയ ദൈവം കൊടുത്തേക്കുന്നുണ്ട്. അങ്ങനെ പറയരുത്. അങ്ങനെ പഠിക്കാൻ പറ്റിയിരുന്നെങ്കിൽ പല ഇതായിരിക്കാം. അങ്ങനെ ഒരു ഇത് പഠിക്കാൻ പറ്റിയെങ്കിൽ എല്ലാവരും ഇപ്പം പിന്നെ വേറെന്തെങ്കിലുമൊക്കെ ഹൈ പൊസിഷനിലിരുന്നേനെ. ഹൈ ലെവൽ എന്നൊന്നുമില്ല. പലർക്കും പല രീതിയിലാണ് ദൈവം കഴിവ് കൊടുത്തേക്കണം, മനസ്സിലായ? അപ്പോൾ ആരും
അങ്ങ് വലുതൊന്നുമല്ല. എല്ലാവരും ഈക്വൽ. നമ്മുടെ ഈ ഭൂമിയിൽ എല്ലാവരും ഈക്വാലിറ്റിയാണ്. ഞാൻ ബാംഗ്ലൂരിലൊക്കെ പോയ സമയത്ത് അവിടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സാറേ സാറേ സാറ് സാറ് എന്ന് പറഞ്ഞിട്ട് അഭിസംബോധന ചെയ്യുന്നത്. തമ്മിൽ എല്ലാവരും ഈക്വാലിറ്റി എനിക്ക് ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. ബാംഗ്ലൂരിലാണോ തോന്നുന്നുണ്ട്, അതോ തമിഴ്നാട്ടിലാണോ എന്നറിയില്ല. പിന്നെ ബാംഗ്ലൂരിലാണോ തോന്നുന്നത്. നമ്മുടെ നാട്ടിലാണ് അവരെ അങ്ങനെ മാറ്റി നിർത്തപ്പെടുന്നത്. പക്ഷെ നമ്മളെ കണ്ണൂർ അങ്ങനെ ഇല്ല കേട്ടോ. കണ്ണൂരുകാരെ എനിക്ക് അവാർഡ് തരണം അങ്ങനെയല്ല കേട്ടോ. ഒരു കാര്യം ഞാൻ പറയും, കണ്ണൂരുള്ളവർ എത്ര വലിയ റിച്ച് ആണെങ്കിലും അവരെല്ലാ പണിയും കൊടുക്കും കേട്ടോ. എല്ലാ പണിക്കും പോവും. ഇപ്പം നമ്മൾ വിചാരിക്കും അവിടെ നിൽക്കുന്ന സെയിൽസ് ഗേൾ, കടകളിലൊക്കെ നിൽക്കുന്ന സെയിൽസ് ഗേളില്ല, അവർക്കൊക്കെ വലിയ വലിയ വീടുകളുണ്ടാവും, കുറേ എസ്റ്റേറ്റും ഉണ്ടാവും, ഇഷ്ടംപോലെ പൈസ ഉണ്ടാവും. എന്നാലും അവർ സ്വന്തമായിട്ട് ഏൺ ചെയ്ത് ജീവിക്കും. മനസ്സിലായ? ആണുങ്ങളായാലും ശരി, കാരണവന്മാരുണ്ടാക്കിയെന്ന പൈസ നോ കാരണവന്മാരുണ്ടാക്കി വെച്ച സ്വത്തൊക്കെ ഒന്നും തൊടൂല. അതാണ് ഇവിടെ ആണുങ്ങൾ, തൊടൂല. എന്നിട്ട് പോയി പണിയെടുക്കുക. എന്തിനാ കഷ്ടപ്പെടണമെന്ന് അറിയില്ല. ഇത് കുറച്ച് വിറ്റിട്ട് ബാങ്കിലിട്ട് വെറുതെ വീട്ടിലിരുന്നാൽ പോരെന്നൊക്കെ ഞാൻ മനസ്സിൽ ചിന്തിക്കാറുണ്ട് ഇവർക്കൊക്കെ. അപ്പോൾ ഇവിടെയുള്ള ആണുങ്ങളൊന്നും അങ്ങനെ എനിക്ക് ഇഷ്ടംപോലെ പൈസയുണ്ട് അതുകൊണ്ട് ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കും എന്നൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ കുറേ ആൾക്കാർ വേറെ നാട്ടിലുണ്ടാവുമായിരിക്കും അങ്ങനത്തെയൊക്കെ ആൾക്കാർ. അതൊക്കെ നല്ലതെന്നേ ഞാൻ പറയുള്ളൂ. എന്നാൽ പിന്നെ ഇന്നത്തെ ടോപ്പിക്ക് തീർന്നു. എനിക്ക് പഠിക്കാനുണ്ട്. ആ പോട്ടിട്ട പഠിക്കട്ടെ. ഞാൻ പഠിച്ച് വലുതാവട്ടെ. ഇപ്പം ഞാൻ 5.3 ഉള്ളൂ. എനിക്കിനി 5.5 എത്തും എന്നൊക്കെ ഞാൻ പറയും. അങ്ങനെയൊന്നും എത്തൂല. അങ്ങനെ എത്തണമെങ്കിൽ എന്നെ പിടിച്ച് കൈയും കാലം വലിച്ച് നീട്ടണം, എന്നാലേ നീളുള്ളൂ പറഞ്ഞത് കേട്ടോ. എന്നാൽ പിന്നെ എല്ലാവർക്കും ലവ് യു കേട്ടോ. ബൈ ബൈ.